ആർത്തലച്ചെത്തിയ മഹാദുരന്തം ഒരു നാടിനെയാകെ തൂത്തെറിഞ്ഞിട്ടും തകർന്നു പോകാതെ നിന്ന ഒരു ജനതയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കുടുംബശ്രീ. അപ്രതീക്ഷിതമായെത്തിയ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന വയനാടിൻ്റെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി പെണ്ണൊരുമയിലൂടെ കുടുംബശ്രീ കണ്ടെത്തിയത് 20 കോടിയിലേറെ രൂപയാണ്. നാളിതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചതിൽ ഏറ്റവും ഉയർന്ന ധനസഹായം. സ്ത്രീ ശാക്തീകരണത്തിലൂടെ നാടിൻ്റെ വികസനം ത്വരിതപ്പെടുത്തി കുടുംബത്തിൻ്റെ ഐശ്വര്യമാകാൻ പ്രാപ്തിയുള്ളവർ എന്നർത്ഥത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബശ്രീ ഇന്ന് ഒരു സംസ്ഥാനത്തിൻ്റെയാകെ ശ്രീയായി മാറിയിരിക്കുന്നു. സംസ്ഥാനമൊട്ടാകെയുള്ള അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ ഉപയോഗിച്ച് ഓഗസ്റ്റ് 10-11 തീയതികളിലായി കുടുംബശ്രീ സമാഹരിച്ചത് 20,05,682 രൂപയാണ്. ഞങ്ങളുമുണ്ട് കൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ ക്യാമ്പയിനിൻ്റെ ഭാഗമായിരുന്നു പ്രവർത്തനങ്ങൾ. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിലെ 46 ലക്ഷം അയൽക്കൂട്ട അംഗങ്ങളും ചേർന്ന് ഒരൊറ്റ മനസ്സോടെ കൈകോർത്ത് നടത്തിയ ഒരു ധനസമാഹരണം. ഇതിനു പുറമെ കുടുംബശ്രീക്ക് കീഴിലുള്ള വിവിധ നൈപുണ്യ ഏജൻസികൾ വഴി 2,05,000 രൂപയും കുടുംബശ്രീ സമാഹരിച്ചു. അങ്ങനെ പെൺകരുത്തിലൂടെ നാടൊന്നായി വയനാടിനു വേണ്ടി കരുതിയത് 20,07,5,682 കോടി രൂപയുടെ ചെക്കാണ്. മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് കൈമാറി. പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തിന് തുണയാകാൻ കുടുംബശ്രീ ഇതാദ്യമായല്ല മുന്നോട്ട് വരുന്നത്. 2018 സംസ്ഥാനമൊട്ടാകെ ദുരിതം വിതച്ച പ്രളയത്തിൽ ദുരന്തബാധിതർക്ക് താങ്ങേകാൻ കുടുംബശ്രീ ഇതിനു മുൻപും കൈകൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11.18 കോടി രൂപയാണ് അന്ന് കുടുംബശ്രീ നൽകിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയായി 1997 കുടുംബശ്രീ രൂപീകൃതമാകുന്നത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച 3-അംഗ ടാസ്ക് ഫോഴ്സിൻ്റെ ശുപാർശകളായിരുന്നു കുടുംബശ്രീയുടെ രൂപീകരണത്തിന് അന്ന് പ്രേരണയായത്. പിന്നീട് 2000-2002 കാലഘട്ടത്തിൽ കുടുംബശ്രീ കമ്മ്യൂണിറ്റി ശൃംഖല 3 ഘട്ടങ്ങളിലായി സംസ്ഥാനമാകെ വ്യാപിച്ചു. 2011 കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് കീഴിൽ കുടുംബശ്രീയെ സംസ്ഥാന ഗ്രാമീണ ഉപജീവന ദൗത്യമായി അംഗീകരിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശൃംഖലകളിൽ ഒന്നാണിത്. വയനാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഇന്ന് 20 കോടി രൂപയിലേറെ കൈമാറിയ ഈ പ്രസ്ഥാനം നാടിൻ്റെ അഭിമാനമായി ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ നിറയുമ്പോഴും അവർ വിശ്രമമില്ലാത്ത തങ്ങളുടെ പരിശ്രമം തുടരുകയാണ്. കാരണം വയനാടിൻ്റെ പുനരുദ്ധാരണത്തിനായി തങ്ങൾ നൽകിയ സഹായത്തെ ഒരാദ്യഘട്ട ധനസമാഹരണം എന്ന നിലയ്ക്ക് മാത്രമേ കുടുംബശ്രീ കാണുന്നുള്ളൂ. വയനാട്ടിലെ തങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതവും ജീവിതോപാധികളും തിരിച്ചുപിടിക്കാൻ ഇനിയും ഇടപെടലുകൾ ആവശ്യമാണെന്ന് കുടുംബശ്രീ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാടിനായി സംസ്ഥാനത്തെ അയൽക്കൂട്ട സംവിധാനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു 2-ാം ഘട്ട ധനസമാഹരണ യജ്ഞത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് കുടുംബശ്രീ. വഴികൾ ദുർഘടം നിറഞ്ഞതായിരിക്കാം, പ്രതിസന്ധികൾ ഉടനീളം കണ്ടേക്കാം. പക്ഷേ ഈ യജ്ഞം തുടരേണ്ടത് തങ്ങളുടെ സഹോദരങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അവരുടെ സ്വപ്നങ്ങൾ വീണ്ടെടുക്കേണ്ടത് തങ്ങളുടെ കൂടി ചുമതലയാണ്. നാം ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ ഐശ്വര്യമായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുള്ള കുടുംബശ്രീക്ക് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദൗത്യമെന്തെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാം.